ആദ്യം സഹിനിലേക്കാണ്. മിസ്റ്റർ സഹിൻ ആന്റണി, ഗുഡ് മോർണിംഗ്. അർജന്റീൻ ജേഴ്സിയിലൊക്കെ അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഒരു വാമോസ് വിളിച്ചുകൊണ്ട് അങ്ങ് തുടങ്ങിക്കോ. അതെ അതെ, തീർച്ചയായിട്ടും അർജന്റീനയുടെ ആരാധകർ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയമാണ്. തൊട്ടപ്പുറം സ്പെയിൻ്റെയും തോറ്റുപോയ ബ്രസീലിൻ്റെ ഒക്കെ ജർമ്മനിയിലെ ഒക്കെ ആരാധകരുണ്ട്. അവരെല്ലാം കൂടി ഒറ്റ ശൃംഖലയായി മാറിയേക്കണേണ് അർജന്റീനക്കെതിരെ, അല്ലേ? ഒന്നും നോക്കാനല്ല, സ്പെയിന് ഈ പ്രാവശ്യം കപ്പം കൊണ്ട് പോവുള്ളൂ. ഈ ബ്രസീലും ജർമ്മനിയൊക്കെ ഒരുമിച്ചേക്കണേണ. അത് നമുക്ക് സ്പെയിന് ഒരു സ്റ്റാർ അല്ലേ ഉള്ളു, അപ്പൊ 2 സ്റ്റാർ ആവട്ടെ എന്നുള്ള പ്രാർത്ഥന നമുക്കുള്ളൂ. ഇവർക്ക് ഉണ്ടല്ലോ 3 ഉണ്ടല്ലോ. മെസ്സിമോൻ രാജാവ് ഇതേ നിൽക്കണം, അങ്ങോട്ട് ചോദിക്കും. ഇതെന്താണ് ഈ ബ്രസീലും ജർമ്മനിയും എല്ലാം കൂടി ഒറ്റക്കെട്ടായി സ്പെയിനായി മാറി? ഈ 2022 ലോകകപ്പ് വന്നപ്പോ ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞ് അർജന്റീന അടിക്കും കപ്പെന്ന്. അടിച്ചില്ലേ? പിന്നെ ഇപ്പൊ എല്ലാരും ബലം പിടിക്കുന്നത് വെച്ചാൽ ഇപ്പൊ കണ്ടില്ലേ, ഒരാൾ സ്പെയിനായി, ബ്രസീലുകാരനാണ് സ്പെയിനായേക്കണത്. DRK എന്തൊക്കെ പറഞ്ഞാലും അശക്തമായ പിള്ളേരുണ്ട് DRK അർജന്റീനയ്ക്ക് വേണ്ടി. എന്തായാലും അർജന്റീന മെസ്സിനെ DRK മെമ്പർഷിപ്പിൽ ഞാൻ കൊണ്ടുവരുന്നു. ഞങ്ങൾ ആദ്യം പറഞ്ഞു, ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. ഇവരൊക്കെ ബലം പിടിക്കുന്ന കാരണോട് നമ്മിങ്ങനെ അടിച്ചോണ്ടിരിക്കും. എന്നൊക്കെ പറഞ്ഞാൽ ഇത് മെസ്സി 3 ഉറപ്പാണ് അതിൽ. പിന്നെ രണ്ടാമത്തെ കാര്യം അറിയാലോ, ഇനി കപ്പ് എന്തായാലും ഇവർ പറഞ്ഞാൽ അവർ കൊണ്ടുപോയിക്കോട്ടെ, ഞങ്ങൾക്ക് താല്പര്യം. ഞങ്ങൾ കപ്പ് ഇങ്ങനെ എടുത്തോളാം. ഇവർ പറയുന്ന കപ്പ് മറ്റേ കപ്പയാണ്, അത് വരുമ്പോ അവർ തന്നെ കപ്പയാണ്. ആ കപ്പയൊക്കെ അവർ കൊണ്ടുപോയിക്കോളും. എന്താണ് ഇന്നലത്തെ കളിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലത്തെ കളി എനിക്ക് ഒരു താല്പര്യം തോന്നിയില്ല. എന്താ കാര്യം? എന്താ ഈ 10 ഗോള് ഒത്തുകളിയാ? 10 ഗോൾ എങ്ങനെ വരും? ആ കളി അവർക്ക് സെമിയിൽ കളിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഇന്ന് ഫൈനലിൽ അവർക്ക് ആരെങ്കിലും കളിക്കാൻ പാടില്ലേ? മെസ്സിക്ക് ബൂട്ട് ബോളൊക്കെ നഷ്ടപ്പെടുന്നതിന് വേണ്ടി അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കാം, അത് പുറകെ നമുക്ക് അറിയാൻ പറ്റും. എന്താ ഈ പറയണേ? ഇന്ന് വൈകുന്നേരം മുതൽ ഇവിടെ ആഘോഷമാണ്. കറുകപ്പള്ളി ദേശാമാൻ റോഡ് കറുകപ്പള്ളി കൂട്ടായ്മയുടെ നേതൃത്വത്തിലും കുഡോസ് കറുകപ്പള്ളി നേതൃത്വത്തിലും ഇവിടെ വലിയ സ്ക്രീനൊക്കെ ഒരുക്കിയേക്കണേന്. ഇന്നൊരു ആഘോഷമാണ്, ലാസ്റ്റ് ദിവസമാണ്, ചരിത്രം ഒരുക്കും. അതായത് അമേരിക്കയിലല്ല കളി കിടക്കണത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറുകപ്പള്ളിയിലാണ്. അടിപൊളിയായിരിക്കും, ഉറപ്പായിട്ട് നമ്മുടെ മെസ്സി തന്നെ കപ്പ് വെക്കും. അതിന് ഒരു ഇത് വേണ്ട. ഇന്നത്തെ കളിയോട് കൂടി അവർക്കുള്ള മറുപടിയാവും. മുഴുവൻ അർജന്റീന അല്ല, നമുക്ക് അർജന്റീന ആരാധകരാണ്. ചില സ്പെയിൻ ആരാധകരൊക്കെ ഉണ്ട്. അത് നമ്മ കപ്പ് തൂക്കി കഴിയുമ്പോ ഇവരൊക്കെ തലേ തോർത്തിട്ട് അടക്കും. ഇവിടെ ഒന്നും കാണൂല, ആരെയും കാണൂല കപ്പ് വെക്കണ സമയത്ത്. പാപ്പ ബ്രസീൽ ആരാധകനല്ല, മോനെന്താ അർജന്റീനയാണ്? അർജന്റീനയാണ്. അന്ന് അർജന്റീന, ഇന്നും അർജന്റീന. ഒരു കാര്യം, ഇവര് കുറെ ഫ്ലെക്സ് അടിച്ചിട്ടുണ്ട്, അത് മറ്റേ കോഴിക്കൂടില് വെക്കാൻ കൊടുക്കാൻ പറയുന്നത്. പിന്നെ മെസ്സി 39 വയസ്സ്, പക്ഷെ 24കാരന്റെ മനസ്സ്, എംബാപ്പയുടെ വേഗത, തന്ത്രം, ആ അവസാന സമയത്ത് ആ ബ്രേക്കിംഗ് ടൈമിന് ഒരു ഗൂഢാലോചനയുണ്ട് അവര്. അതിലാണ് ആ ആവറേജ് കളി വരുന്നത്. അങ്ങനെയാണോ? ഒരു നടപടിയില്ല. ഇവര് പറയണത് 2 ഗോൾ അടിച്ചിട്ട് ഗോൾ പോസ്റ്റ് പൂട്ടണോ ഇവര് പറയണത്? ഇവര് ഇത്രയും പറയണ കളിയാവുമ്പോ ഞങ്ങൾക്കിപ്പോഴും നാണക്കേടില്ല. ഇവരിപ്പോഴും ഇത് തന്നെയാണ്, ബ്രസീൽ ആരാധകൻ തന്നെയാണ്, അതിലൊരു തർക്കമില്ല. കളി എന്ന് പറഞ്ഞാൽ സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാണാം. ഈ ഫുട്ബോൾ കളിയിൽ ഓരോ ടീമുണ്ട്, അവര് മരണം വരെ ആ ടീമിന് പിടിക്കണം. ഇത് ആ ടീം പുറത്തേക്ക് പോകുമ്പോ വേറെ ടീമിന് പിടിക്കും. കോഴിക്കൂട്ടിൽ കല്ലിട്ടോലെ ടീമുമാര്. ഞങ്ങളുടെ അർജന്റീന ടീമിലുണ്ടല്ലോ, കപ്പിൽ വെക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് ഞങ്ങൾ ജർമ്മനിക്കാരോട് വാടക കൊടുത്തേക്കണേ, ഞങ്ങളുടെ കപ്പ് ഒന്ന് സൂക്ഷിക്കാൻ വെക്കും. തള്ളി മറിക്കണേ. അതായത് ഇന്ന് നല്ലൊരു കളി, എന്തായാലും മെസ്സിയുടെ കളി, സ്പെയിന്റെ കളി എന്നൊരു നല്ലൊരു കളിയാവട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നമ്മൾ. മോഷണ മുതൽ എന്തായാലും ഞങ്ങൾ ജർമ്മനി കൊണ്ടൊന്നും വെക്കൂല. ഞങ്ങൾക്കെതിരെയാണ് ഇപ്പൊ എല്ലാവരും. 99% ആൾക്കാരും എതിരാണ്. പക്ഷെ 90 മിനിറ്റ് വരെ എല്ലാവർക്കും മനസ്സിലായി, നമ്മളപ്പോ 2 ഗോളിലും 3 ഗോളിലും പുറകിൽ നിന്നാലും ഞങ്ങൾ എഴുതിത്തള്ളാൻ പറ്റാന്ന് മനസ്സിലായി. അറിയാല ആർജന്റീനക്കാരൻ അതിന് ഊട്ടടിച്ചേ നിൽക്കുള്ളൂ, അതിന് അവസാനമാണ് ഇവര് വന്നത്. എന്തായാലും കഴിഞ്ഞ കളിയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു. നീ കളിയാണാറുണ്ടോ? കുഞ്ഞി ചില സമയത്ത് കാണാറുണ്ട്. വീട്ടിലെങ്ങനെ കളിയൊക്കെ വെക്കാറുണ്ടോ? കാണാറുണ്ട്. എല്ലാ കളികൾക്കുള്ള മറുപടി ആയിരിക്കും ഇന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്ന് മെസ്സി 2 ഗോളും കൂടെ കൂട്ടിച്ചേർത്ത് അദ്ദേഹം ഗോൾഡൻ ബൂട്ടും കൂടെ കരസ്ഥമാക്കുന്നതാണ്. അദ്ദേഹത്തിന് നടപടിയില്ല ഗോൾഡൻ ബൂട്ട് വേറെ ചുമ്മാടിക്കണേ അങ്ങോട്ട്. എന്തായാലും നമുക്ക് ഇന്ന് ആവേശകരമായ കളിയായിരിക്കും. ഇന്നിപ്പോ കണ്ടില്ല, ഇംഗ്ലണ്ട് പാവം 4 അടിച്ച് എംബാപ്പയ്ക്ക് ഒന്നും പറ്റാണ്ട് 6 ഇംഗ്ലണ്ട്. എംബാപ്പ എന്താണ് എംബാപ്പ
ഇനി എവിടെ എംബാപ്പെ എംബാപ്പയുടെ ഗോൾ ഇന്ന് സൂപ്പർ ആയിരുന്നു ഭയങ്കര സങ്കടം ഉണ്ടെന്ന് തോന്നല്ലേ? ഭയങ്കര സങ്കടം ഉണ്ടെന്ന് തോന്നല്ലേ? സങ്കടമൊന്നുമില്ല. അതല്ല കളി സൂപ്പർ കളിയായിരുന്നു. ബ്രസീലിയൻ ആരാധകരും എല്ലാ ആരാധകരും ഭയങ്കര നിരാശയിലും സങ്കടത്തിലുമാണ്. ആര് തോക്കുന്നുവോ അവർ അർജന്റീനക്ക് എതിരാണ് ഈ മത്സരം. അതാണ് നമുക്ക് മനസ്സിലാത്തത്. ഇപ്രാവശ്യം മെസ്സി കപ്പ് പൊക്കും. ഒരു റൗണ്ട് ഓഫ് 16 പൊട്ടിയ ആൾക്കാരാണ് ഈ ജർമ്മനിക്കാര്. അവരിനി എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവർക്ക് ഈ ജർമ്മനിനെ തന്നെ പേടി എന്താണെന്നറിയാമല്ലോ. അതാ 2014 തോപ്പിച്ചു വിട്ടതിന്റെ ആ ഒരു ദേഷ്യമാണ് എന്നോട്. ഇതിപ്പോ 22 കഴിഞ്ഞ് 26 എത്രാം ക്ലാസ്സിൽ പഠിക്കണ? 8ാം ക്ലാസ്സിൽ. സേതൊക്കെ 8ാം ക്ലാസ്സിലായിട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴും കടുത്ത ഫുട്ബോൾ ആരാധന ഉണ്ടാ. സഹിൻ ആന്റണി തുടരൂ. ഞാൻ സഹിൻ ആന്റണിയിലേക്ക് മടങ്ങി വന്ന ഒന്ന്